രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താണ്. സർക്കാരിന് ഏത് തീരുമാനം എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിച്ച് എന്താണ് നടപടിയെന്ന് വെച്ചാൽ സർക്കാർ സ്വീകരിക്കണം. അതിന് പകരം ഈ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ബാക്കിയുള്ളവർ ഉപദേശിക്കാനല്ല കണ്ടത്. ഒരു ടീമിനെ അന്വേഷിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അന്വേഷിച്ച് കുറ്റം ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിനോ ഗവൺമെൻറ്റിനോ ഒരു തടസ്സവുമില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ അംഗമല്ല. അദ്ദേഹത്തിനെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുക. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയോ മറ്റ് നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ ഇപ്പോഴത്തെ അച്ചടക്ക നടപടി കുറേ കൂടെ കടുപ്പിക്കുന്ന തീരുമാനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവിടെ വേണ്ടത് ഈ ശബ്ദരേഖയല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കി നടപടികളിലേക്ക് പോകേണ്ട പോലീസാണ്. അതിനവർക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. അത് ചെയ്യുന്നതിന് പകരം ഈ വിഷയം വലിച്ചു നീട്ടിക്കൊണ്ടുവല്ല വേണ്ടത്. ജനത്തിനുണ്ടായ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഗവൺമെൻറ്റാണ്. ആ ചുമതല ഗവൺമെൻറ് നിർവഹിക്കണം. അതല്ലാതെ ഇടയ്ക്കുള്ള ശബ്ദരേഖകളല്ല വേണ്ട, ആക്ഷനാണ് വേണ്ടത്. അങ്ങനെ ആക്ഷൻ എടുത്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പാർട്ടി നീങ്ങും. അപ്പോൾ ഗവൺമെൻറ്റാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതിനു പകരം മന്ത്രിമാർ വെറും പ്രസ്താവനകൾ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. അവരുടെ കയ്യിലാണ് നിയമത്തിൻ്റെ കടിഞ്ഞാൻ. അത് ആക്ഷൻ എടുക്കട്ടെ. ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ വാർത്തകളിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ. നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടല്ലോ. ഇപ്പോ എന്താ മുരളി പറഞ്ഞത്? നിങ്ങൾ തെളിവുകളുണ്ടല്ലോ, നിയമം നിങ്ങളുടെ കയ്യിലല്ലേ, നിങ്ങളുടെ കയ്യിലല്ലേ നിയമത്തിന്റെ കടിഞ്ഞാൺ, അറസ്റ്റ് ചെയ്ത് അകത്തിടൂ എന്നല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ ബാക്ക് ചെയ്യുക, പിന്തുണക്കുകയല്ലേ മുരളീധരൻ ചെയ്തിരിക്കുന്നത്. മുരളീധരൻ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ അധികാരം നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഒരു അന്വേഷണ സംഘത്തെ വെച്ചിട്ടുണ്ടല്ലോ, 3 മാസക്കാലമായല്ലോ ഇതേ പറയുന്ന ശബ്ദരേഖയുടെയും സ്ക്രീൻഷോട്ടുകളുടെയും പേരിൽ അന്വേഷണം നടത്തുന്നു. നട്ടല്ലുണ്ടെങ്കിൽ രാഹുലിനെ പിടിച്ച് അകത്തിടൂ എന്നല്ലേ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുരളീധരൻ എത്രമാത്രം കോൺഫിഡൻസോട് കൂടിയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ഈ പറയുന്ന ശബ്ദരേഖ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്, വലിയ തെളിവുകൾ എന്നൊക്കെ പറയുന്ന കുട്ടി ഘോഷിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് തന്നെയല്ലേ ഒരു 3 മാസം മുമ്പും പുറത്തു വന്നത്? കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 20-നും ഇത് തന്നെയല്ലേ പുറത്തു വന്നത്. ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ രാഹുലിനെ ചോദ്യം ചെയ്യാനെങ്കിലും ഒന്ന് വിളിപ്പിച്ചോ? അപ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ പിണറായി വിജയനും CPM-ഉം മന്ത്രിമാരും ഒക്കെ സഖാക്കൾ ശരിക്കും രാഹുലിനെ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസ് നടപടിയെടുത്ത് അയാളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനോ അയാളെ നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാനോ ഇന്ന് ഈ നിമിഷം വരെ ഈ പറയുന്ന സഖാക്കൾക്കും സാധിച്ചില്ല, വിജയന്റെ പോലീസിനും സാധിച്ചില്ല. എന്തുകൊണ്ടാ? കാരണം മുരളി പറയുന്നത് അതാണ്. കാരണം അറസ്റ്റ് ഉണ്ടാവണം, നിയമ നടപടി ഉണ്ടാവണം. കാരണം എന്നാലേ ഈ പുകമറ അവസാനിക്കുകയുള്ളൂ എന്നുള്ള മുരളീധരൻ അറിയാം. കാരണം അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുരളി വെല്ലുവിളിക്കുന്നത്. രാഹുലിന്റെ രോമത്തിൽ തൊടാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് മുരളി വെല്ലുവിളിക്കുന്നത്. ഈ 3 മാസം കാലം കൊണ്ട് അത് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യകാരണങ്ങൾ അടക്കം മുരളീധരന് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ പുറത്തു നിന്ന മുരളി വെല്ലുവിളിക്കുന്നത്. മുരളി ശരിക്കും രാഹുലിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആരോപണങ്ങൾ ഉന്നയിച്ച് വെറുതെ പുകമറയുണ്ടാക്കുകയല്ല. ഈ പുകമറകൾ അവസാനിക്കണമെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കണം. ആ നിയമ നടപടിയിലേക്ക് കടക്കില്ല. കാരണം എന്താ? അങ്ങനെ ഒരു സാധ്യതയില്ലെന്നേ. രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ഒരു അവസരമില്ല, ഒരു അന്തരീക്ഷമില്ല, സാഹചര്യമില്ല. അത് എല്ലാവർക്കും നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പിണറായി വിജയന് എന്തെങ്കിലും ഒരു പുകമറ, ഒരു വാർത്ത, ഒരു ചർച്ച അതിങ്ങനെ ഉണ്ടാവണം. അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ ചാനലുകാരുണ്ട്. ആ ചാനലുകാരതൊക്കെ ഏറ്റുപിടിക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞ പേര് പുറത്തേക്ക് വരില്ല. മനസ്സിലായില്ലേ? അയ്യന്റെ പൊന്നു ഘട്ടത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പത്മകുമാറിൽ എത്തിയെന്ന് കരുതിയിട്ട് പത്മകുമാറിൽ അവസാനിക്കുന്നതല്ല കാര്യങ്ങൾ. പത്മകുമാറിന് മുകളിലും ദൈവതുല്യൻ, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യന്റെ കൈകളുണ്ട്. അവിടേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള പുകമറകൾ ഉണ്ടാകുന്നത്.
MP ഗോവിന്ദന്റെ മകനെതിരെ കത്ത് വന്നപ്പോ രാഹുലിനെ വന്നു, രാഹുലിനെ വലിച്ചിഴിച്ചു. ആ കത്ത് വന്ന അന്ന് പി ജയരാജൻ പറഞ്ഞ വാക്കുകൾ ഞാൻ വീണ്ടും ഓർക്കുകയാണ്. ഈ കത്ത് വിവാദത്തിന് വെറും അല്പായുസ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ അധികം ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താ, പ്ലാൻ ചെയ്തിരുന്നു കാര്യങ്ങള്. ഒരുത്തനെ പൊത്തിക്കീറണം എന്നുള്ളത് പ്ലാൻ ചെയ്തിരുന്നു. ഇന്നിപ്പോ വീണ്ടും ദൈവതുല്യന്റെ പേര് പത്മകുമാർ ഒഴിഞ്ഞപ്പോ വീണ്ടും രാഹുൽ വിഷയം വന്നു. അതാണ് മുരളി വെല്ലുവിളിക്കുന്നത്. ഗഡ്സ് ഉണ്ടെങ്കിൽ, കുണ്ടിയിൽ തീട്ടമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നല്ലേ? അതല്ലേ മുരളി പറഞ്ഞത്. എന്താ ചെയ്യാത്തത്? എന്താ ചെയ്യാത്തത്? സ്വമേധയാ ഈ കേസിന്റെ ഒരു സ്വഭാവം നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. സ്വമേധയാ കേസെടുത്തതാണ്. ഇത്രയധികം വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ തെളിവുകൾ ഈ പുറത്ത് വന്നിരിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ എന്തേ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് തന്നെയാണ് പൊതുജനം ഈ കാര്യത്തിൽ വലിയ പ്രതികരണം നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ഗർഭമാണെന്ന് പൊതുജനം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ഇതൊക്കെ വ്യാജമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് തന്നെയാ ജനം തിരിച്ചു ചോദിക്കുന്നത്, എത്ര കിട്ടി നിങ്ങൾക്ക്? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പക്ഷേ കേരളം ഞെട്ടിയില്ല. ഞെട്ടിയത് കേരളത്തിലെ ചാനലുകാർ മാത്രം. കാരണം ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോ കേരളത്തിന്റെ പ്രതികരണം കണ്ടിട്ട് ചാനലുകാർ ഞെട്ടി. അത്രേ സംഭവിച്ചുള്ളൂ. മുരളീധരൻ ശരിക്കും പറഞ്ഞാൽ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു പിന്തുണയാണ് രാഹുലിന് നൽകിയിരിക്കുന്നത്. കാരണം രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മുരളി വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ മുരളിക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. ആ അറസ്റ്റ് ചെയ്യില്ല, അത്തരത്തിലൊരു സാധ്യതയില്ല എന്നുള്ള ബോധ്യത്തിന് പുറത്ത് തന്നെയാണ് മുരളി വെല്ലുവിളിക്കുന്നത്. അതിവർമ്മർക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോ കോൺഗ്രസ് ഈ കാര്യത്തിൽ ഇതിലേക്ക് വലിയ പ്രതികരണങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കാരണം എന്താ, കോൺഗ്രസ് ഓൾറെഡി രാഹുലിനെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നതാണ്. കോൺഗ്രസ് ഇത് പ്രതീക്ഷിച്ചതുമാണ്. ഇത്തരത്തിൽ പല ബോംബുകളും വരുമെന്നുള്ളത് കോൺഗ്രസിന് നന്നായിട്ട് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ അതിന്റെ മുകളിലേക്ക് നടപടിയെടുത്ത് മാറ്റി നിർത്തിയ വ്യക്തി എന്നതിനപ്പുറത്തേക്ക് അതിലേക്ക് വലിയ പ്രതികരണങ്ങളൊന്നും കോൺഗ്രസ് കിടക്കില്ല. അപ്പോ ഈ മുരളിയുടെ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്ന സ്ത്രീയും സ്ത്രീയുടെ സംരക്ഷണവും രാഹുൽ ചെയ്ത ക്രൂരതയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്താക്കണം? രാഹുലിനെ അറസ്റ്റ് ചെയ്യണം. കഴിയോ നിങ്ങൾക്ക്? കഴിയോ നിങ്ങൾക്ക്? ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും നിങ്ങൾ അന്തം കമ്മി അടിമകളെ. നിങ്ങൾ ഒരു ജന്മം കൂടി ജനിച്ചാൽ സാധ്യമാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയുകയുള്ളൂ. രാഹുൽ ഇന്നലെ അത് വളരെ വ്യക്തമായി പറഞ്ഞു. അയാൾ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിപരീതമായിക്കൊണ്ട്, എതിരായിക്കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അത് തർക്കിച്ച് പറയുന്നുണ്ടെങ്കിൽ, അത്ര ഉറപ്പോടുകൂടി രാഹുൽ പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബോധ്യങ്ങളുണ്ട്, തൊടൂല എന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ നിമിഷം വരെ രാഹുൽ എവിടെയെങ്കിലും, ഇത് തുടങ്ങിയിട്ട് കാലങ്ങളായല്ലോ, മാസങ്ങളായല്ലോ, എവിടെയെങ്കിലും രാഹുൽ ഒളിവിൽ പോയോ? രാഹുൽ ഏതെങ്കിലും കോടതിയെ സമീപിച്ചോ? എനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കോടതിയിൽ രാഹുൽ പോയോ? കാരണം എന്താ? ബോധ്യമാണ്, അയാളുടെ ഉറപ്പാണ്, അയാളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് മുരളീധരനും ഉള്ളത്. അതുകൊണ്ടാണ് മുരളി വെല്ലുവിളിക്കുന്നത്. മന്ത്രിമാരും നിയമവും പോലീസും നിങ്ങളുടെ കൈകളിലല്ലേ, അറസ്റ്റ് ചെയ്യുന്നേ. എന്തേ കഴിയാത്തത്? ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളിൽ ആരുമില്ലേ? കുണ്ടി ചെയ്തിട്ടുള്ള ആരുമില്ലേ? എന്ത് പറ്റി? അറസ്റ്റ് ചെയ്യണോ രാഹുലിനെ? അല്ലാതെ വെറുതെ വാ കൊണ്ടിട്ട് അലക്കാതെ നിയമവും ഭരണവും അധികാരവും കയ്യിലുള്ള നിങ്ങളിൽപ്പെട്ട മുകേഷിനെ നിങ്ങളുടെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുകേഷ്, MLA ആയ മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? എന്നിട്ട് എന്തേ ആ മുകേഷിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അറസ്റ്റ് ഒഴിവാക്കാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? എന്താ കഴിയാത്തത്? മുകേഷിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? അപ്പോ ഈ പറയുന്ന ഓഡിയോകളും ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? തെളിവുകളല്ലേ നിങ്ങൾക്ക് വേണ്ടത്?
ആ തെളിവുകൾ ഉണ്ടായിട്ടും എന്തേ നിങ്ങൾ അത് ചെയ്യാത്തത്? കാരണം ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ പീഡിപ്പിച്ചു എന്ന് ഒരാൾ പരാതി തരണമായിരിക്കാം, പക്ഷേ അബോർഷൻ ചെയ്തു എന്ന് ഒരാൾ പരാതി തരണ്ട. അത് ക്രിമിനൽ കുറ്റ. അതൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പരാതിയുടെ ആവശ്യമില്ല. അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്യാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ഒക്കെ അങ്ങനെ ചെയ്തു എന്നും പറയുമ്പോൾ എന്താ നിങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് തന്നെയാണ് മുരളിയും ചോദിക്കുന്നത്. വെല്ലുവിളിക്കുകയാണ് മുരളി. കഴിയുമെങ്കിൽ ചെയ്യടോ, അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നേ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ ഈ പറയുന്ന ഓഡിയോകളും ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകളും ഒന്നും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ലെന്ന് കേരളത്തിലെ അന്വേഷണ സംഘം പറയുന്നു. അതാണല്ലോ രാഹുൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകുന്നത് അല്ലേ? ആണ്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങളെ ഒന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അന്ന് നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യൂ. പക്ഷെ അത് തെളിവായി എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണല്ലോ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത്. അങ്ങനത്തെ നിങ്ങൾ ഈ വ്യാജങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് ഈ ആരോപണങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ ഒരു പുകമറ സൃഷ്ടിക്കുവാനും നിങ്ങളുടെ വീഴ്ചകളെ മറച്ചു വെക്കുവാനും അതോടൊപ്പം കേരളത്തിലെ ജനങ്ങളെ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുവാനുമുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മുരളിയും പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഗഡ്സ് ഉണ്ടെങ്കിൽ, അധികാരം നിങ്ങളുടെ കയ്യിലല്ലേ, അറസ്റ്റ് ചെയ്ത് അകത്തിടോ.